السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി നമ്മെ പിരിഞ്ഞുപോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ പരലോകത്ത് നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരുപാട് നിയമങ്ങളുടെയും മര്യാദകളുടെയും കൂട്ടത്തിൽ നിർബന്ധമായും നാം അറിയേണ്ടുന്ന, പഠിക്കേണ്ടുന്ന, പാലിക്കേണ്ടുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമാണ്. നമുക്ക് ജനിച്ച നമ്മുടെ ചെറിയ മക്കൾ അള്ളാഹു നമുക്ക് തന്ന കാരുണ്യമാണ്, നമ്മളോട് കാണിച്ച കാരുണ്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടാൻ ഒരു പ്രയാസമില്ല. നമ്മൾ കെട്ടിയുണ്ടാക്കിയ നമ്മളുടെ വീട് അത് അള്ളാഹു തന്ന റഹ്മത്താണ് എന്ന് നമ്മളോട് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഒരു തരത്തിലുള്ള പ്രയാസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയും അതിലൂടെ ഉണ്ടാകുന്ന വരുമാനങ്ങളും അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. നല്ലൊരു കുടുംബവും കുടുംബത്തോടൊപ്പമുള്ള സന്തോഷത്തോടു കൂടിയുള്ള ജീവിതവും റബ്ബിൻ്റെ കാരുണ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കും. പക്ഷെ നമുക്ക് ബോധ്യപ്പെടാതെ പോയ ഒരു കാരുണ്യമാണ് എന്ന് നാം തിരിച്ചറിയാതെ പോയ ഒന്നാണോ വിശുദ്ധ ഖുർആൻ? അള്ളാഹു നമുക്ക് നൽകിയ കാരുണ്യങ്ങളുടെ റഹ്മത്തിൻ്റെ കൂട്ടത്തിലാണ് ഖുർആനിനെ എണ്ണുന്നതും വിശുദ്ധ ഖുർആനിനെ പഠിപ്പിക്കുന്നതും. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദം വറഹ്മ. അള്ളാഹു നിങ്ങൾക്ക് തന്ന മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. നമുക്കത് അംഗീകരിക്കാം, നമ്മളത് അംഗീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ സതുപദേശങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ, നമുക്കത് ബോധ്യപ്പെടുന്നു. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ.
അതും ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ടാവുന്നു. എങ്ങനെയാണ് ഖുർആൻ നമുക്ക് കാരുണ്യമാകുന്നത്? ഇത് റബ്ബിന്റെ റഹ്മത്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് റഹ്മത്താവുന്നത്? അള്ളാഹുവിൻ്റെ ഏത് കാരുണ്യത്തോടും നമ്മുടെ ബന്ധം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. നമ്മൾ അതിനോട് ബന്ധം നിലനിർത്തുകയും അത് നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും നമുക്കത് ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും നമുക്കത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഏത് റഹ്മത്ത് നമുക്ക് ബോധ്യപ്പെട്ട അള്ളാഹു നമുക്ക് നൽകുന്ന ഏത് കാരുണ്യത്തെപ്പറ്റി നാം ആലോചിച്ച് നോക്ക്. നമുക്ക് അള്ളാഹു റഹ്മത്ത് നൽകുമ്പോൾ നാം സന്തോഷിക്കുന്നു, നമ്മിൽ നിന്ന് അത് നഷ്ടപ്പെടുമ്പോൾ നാം വേദനിക്കുന്നു. എത്ര മക്കളാണ്, ചെറിയ മക്കൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. മക്കൾ കാരുണ്യമാണ്, അത് നഷ്ടപ്പെടുമ്പോൾ വേദന. 21 വയസ്സിൽ 21 വയസ്സുവരെ നമ്മൾ ഭക്ഷണം കൊടുത്ത് സൗകര്യങ്ങൾ ചെയ്ത് താലോലിച്ച് പോറ്റി വളർത്തിയ പൊന്നുമകളെ 21 വയസ്സിൽ ഉത്തരവാദപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു പിതാവിൻ്റെ കണ്ണിൻ്റെ കോണിലും ഒരു ഉമ്മയുടെ മനസ്സിനകത്തും അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാനാവാത്തതാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു തന്നൊരു കാരുണ്യം ശാശ്വതമായിട്ടല്ലെങ്കിലും താൽക്കാലികമായി നമ്മളുടെ വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നത് പോലും നമ്മളെ വേദനിപ്പിക്കുന്നുവെന്നാണ്. കുടുംബസമേതമല്ലാതെ വിദേശങ്ങളിൽ വന്ന് താമസിക്കുന്നവരോട് ജോലിയുണ്ടെങ്കിലും വരുമാനമുണ്ടെങ്കിലും ശമ്പളമുണ്ടെങ്കിലും പ്രയാസമെന്തെന്ന ചോദ്യത്തിന് എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എന്നതല്ലാണ്ട് മറ്റെന്ത് വേദന പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്? ഞാനും എനിക്ക് റബ്ബ് തന്ന കാരുണ്യവും കിലോമീറ്ററുകളുടെ ദൂരം അതെന്നെ വേദനിപ്പിക്കുന്നുവെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് തന്ന കാരുണ്യമാണെങ്കിൽ നമ്മൾ അതിനോടടുക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ റബ്ബ് നമുക്ക് തന്ന റഹ്മത്താണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അകലുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവണം. ഒരു കൊല്ലത്തോളമായി, ഒരു വർഷത്തോളമായി ഖുർആനുമായി ഞാനൊരു ബന്ധമില്ല എന്നതാണ് നമ്മളുടെ അവസ്ഥയെങ്കിൽ അതെന്തേ നമ്മളെ വേദനിപ്പിക്കാത്തത്? അതെന്തുകൊണ്ടാണ് നമുക്കൊരു വിഷമം ഉണ്ടാക്കാത്തത്? ഒരു പ്രയാസവും നമ്മളുടെ മനസ്സിൽ തോന്നാത്തത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആനിനോട് ബന്ധം നിലനിൽക്കുമ്പോൾ, അടുക്കുമ്പോൾ, പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ, ആയത്തുകളുടെ അർത്ഥം അറിയുമ്പോൾ, അതിൻ്റെ തഫ്സീർ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകേണ്ടിയിരുന്നു. അങ്ങനെയാണോ നമ്മളുടെ മനസ്സുള്ളത്? ഇവിടെയാണ് ഖുർആനുമായുള്ള സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മളുടെ ബന്ധത്തെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. എന്താണ് ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം? എന്താണ് ഖുർആനും നമ്മളും തമ്മിലുള്ള അടുപ്പം? എത്രയാണ്? അകലെത്രയാണ്? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. വിശുദ്ധ ഖുർആനിനോടുള്ള നമുക്കുള്ള അടുപ്പവും അകലവും അത് പരിശോധിക്കണം. ഖുർആനും ഞാനും തമ്മിൽ എത്രമാത്രം അടുത്ത് നിൽക്കുന്നു? നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തരും വിശുദ്ധ ഖുർആനിനോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു, എത്രമാത്രം ദൂരെയുണ്ട്? തീർച്ചയായും മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, വിശുദ്ധ ഖുർആനിനെ വേണ്ട വിധം പരിഗണിക്കാത്ത, ഖുർആനിനെ ശ്രദ്ധിക്കാത്ത, വിശുദ്ധ ഖുർആനിനെ ഗൗനിക്കാത്ത, അവഗണിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് പരലോകത്ത് വരുമ്പോൾ നഖൗമിത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവേ ഖുർആനിനെ അവഗണിച്ചവരാണിവർ എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചൊരു പറ്റം ആളുകളെ ചൂണ്ടിക്കാണിക്കും എന്ന് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിക്കും. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്ന ആളുകളാണോ നമ്മൾ അവഗണിക്കുന്ന ആളുകളാണോ? ഖുർആനിനെ പരിഗണിച്ചവർ എന്ന നിലക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാവുന്ന ആളുകളാണോ? അതല്ല അവഗണിച്ചവർ എന്ന നിലക്ക് നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, കുറ്റപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലാണോ, കൈ ചൂണ്ടിക്കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉണ്ടാവുക? തീർച്ചയായും ഇതാണ് പരിശോധിക്കപ്പെടേണ്ടത്. വിശുദ്ധ ഖുർആനിനോട് കാണിക്കേണ്ടുന്ന മര്യാദ എന്താണ്? എങ്ങനെ ജീവിച്ചാലാണ് ഖുർആനിനോട് പരിഗണനയാവുക? എന്ത് ചെയ്യുന്നവരാണ് ഖുർആനിനെ അവഗണിക്കുന്ന ആളുകൾ? ഇത് കൃത്യമായി ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പണ്ഡിത വചനങ്ങളിലൂടെയും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാം. 4-5 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അത് ഖുർആനിനോടുള്ള പരിഗണനക്കും അവഗണനക്കുമുള്ള മാനദണ്ഡമായി അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ 5 കാര്യങ്ങളിലൂടെ, 5 കാരണങ്ങളിലൂടെ നാം കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഖുർആനിനെ പരിഗണിക്കുന്നവരാണോ, വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നവരാണ്. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആനിനുള്ള പരിഗണന എന്ന് പറയുന്നത് അൽ ഇസ്തിമാ,
വിശുദ്ധ ഖുർആനിലുള്ള ഒന്നാമത്തെ പരിഗണന അതാണ്. വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുമ്പോൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത്, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത്, അതിൻ്റെ തഫ്സീർ പറഞ്ഞു തരുന്നിടത്ത്, അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും സംസാരങ്ങളും നടക്കുന്നിടത്ത് ഇസ്തിമാ ഉണ്ടാവലാണ്, ശ്രദ്ധിച്ച് കേൾക്കലാണ് വിശുദ്ധ ഖുർആനിനുള്ള ഒന്നാമത്തെ പരിഗണന. ഖുർആൻ കേൾക്കുക എന്നത് ഖുർആനിനുള്ള പരിഗണനയാണ്. വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന, വിശുദ്ധ ഖുർആൻ കാതുകൂർപ്പിച്ച മനസാന്നിധ്യത്തോടുകൂടെ ഖുർആൻ കേൾക്കുന്ന എത്ര ആളുകളാണ് നമ്മളുടെ കൂട്ടത്തിലുള്ളത്? ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഖുർആൻ വിശദീകരിക്കപ്പെടുമ്പോൾ, ഖുർആനിൻ്റെ ആയത്തുകൾ വിശദീകരിക്കപ്പെടുമ്പോൾ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുമ്പോൾ, അത് അതിൻ്റെ തഫ്സീർ പറയുമ്പോൾ, അതിൻ്റെ ആയത്തുകൾ പഠിപ്പിച്ചു തരുമ്പോൾ, അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു തരുന്ന സമയങ്ങളിൽ, വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പഠിപ്പിച്ചു തരുന്ന സന്ദർഭങ്ങളിൽ അത് നാം ശ്രദ്ധിക്കാതിരുന്നാൽ വിശുദ്ധ ഖുർആനിനോടുള്ള അവഗണനയാണ്, ഖുർആനിനെ തള്ളലാണത് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പരിഗണനയും അവഗണനയും എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ ഒന്നാമതായി പറയുന്നത്. ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ 7-ാമത്തെ അധ്യായം സൂറത്ത് അഹ്റാഫിൽ 204-ാമത്തെ ആയത്ത്. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന 2 മര്യാദകളാണ് അവിടെ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുന്നിടത്ത് സത്യവിശ്വാസികൾ 2 മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുകയാണ്, വൈദാ ഖുരിയൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഫസ്തമിഊ, തീർച്ചയായും നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. വ അൻസിതു, നിങ്ങൾ നിശബ്ദത പാലിക്കുകയും വേണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നിടത്ത് പാലിക്കപ്പെടേണ്ടുന്ന 2 മര്യാദകളാണ്. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുന്നിടത്ത് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്തമിഊ, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. 2 വ അൻസിതു, നിങ്ങൾ നിശബ്ദത പാലിക്കുകയും വേണം. ഖുർആൻ നമ്മളിങ്ങനെ കാസറ്റ് വെച്ച് ഖുർആൻ്റെ പാരായണം ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇപ്പുറത്തിരുന്ന് നമ്മളുടെ കളിയും ചിരിയും വർത്തമാനങ്ങളും അത് ഗംഭീരമായി നടക്കുന്നുണ്ടാവും. അത് ഖുർആനിനോടുള്ള അവഗണനയാണ്, ഖുർആനിനോടുള്ള അവഗണനയാണ്. നമ്മളൊരു സമ്മേളനം തുടങ്ങുമ്പോൾ, ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ, ഒരു പൊതുപ്രഭാഷണം ആരംഭിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കാസറ്റ് അവിടെ കൊണ്ടുപോയിടും. ഗംഭീരമായിട്ട് ഇങ്ങനെ ഓതും, നല്ല പാരായണം. പക്ഷെ അതാരും ശ്രദ്ധിക്കില്ല, അതാരും കേൾക്കില്ല. അത് കേൾക്കാനിരിക്കുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാവില്ല. ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള അറിയിപ്പിന് വേണ്ടിയുള്ള കേവലമായ ഒരു ചടങ്ങ് ഖുർആനോട് അങ്ങനെ കാണിക്കാൻ പാടില്ലെന്നതാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുക. വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുന്നുവെങ്കിൽ അവിടെ ശ്രദ്ധിച്ച് കേൾക്കാനും നിശബ്ദത പാലിക്കാനും ഈ 2 നിബന്ധനയും ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. ഖുർആൻ ഓതുന്നിടത്താണ് ഖുർആൻ അങ്ങനെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് ഈ 2 നിബന്ധനകൾ പാലിക്കണം. ഖുർആൻ ഓതുന്നത് കേൾക്കുന്നത് എന്തിനാ വിശുദ്ധ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നത്? തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതിൻ്റെ അക്ഷരങ്ങളും ആശയങ്ങളും അള്ളാഹുവിൻ്റെതാണ്. അത് കേൾക്കുന്ന ആളുകളെ, അവരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളെ അതിശക്തമായി വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ സ്വാധീനിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കാണാം, വിശുദ്ധ ഖുർആൻ ഉച്ചത്തിൽ ഓതുന്നതിനെ മക്കയിലെ മുശ്രിക്കുകൾ ഭയപ്പെട്ടു വന്നു. സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഖുർആൻ ഉറക്കി ഓതുന്നത് മക്കാ മുശ്രിക്കിന് ഭയമായിരുന്നു, അവർക്കത് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലൊക്കെ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെടുന്നിടത്ത്, വിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത്, പാരായണം ചെയ്യപ്പെടുന്നിടത്ത് വൽ ഔ ഫീഹി ലഅല്ലക്കും തഅലിബൂൻ, തീർച്ചയായും അവിടെ ബഹളം ഉണ്ടാക്കണം, ഒച്ച വെക്കണം, എങ്കിലേ ഖുർആനിനെ അതിജീവിക്കാൻ കഴിയൂ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പരസ്പരം പറഞ്ഞ് തീരുമാനിച്ചിരുന്നതായി ഖുർആനിൽ നിന്ന് നമുക്ക് കാണാം. അഥവാ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുന്നിടത്ത് ആളുകൾക്ക് അത് കേൾക്കാൻ പറ്റാത്ത വിധം ബഹളമുണ്ടാക്കണം. ഇത് 1400 കൊല്ലം മുമ്പ് തന്നെ ഖുർആനിൻ്റെ ശത്രുവിൻ്റെ രീതി ഇതാണ്. 1400 കൊല്ലം മുമ്പേ ഖുർആന്റെ ശത്രുവിൻ്റെ രീതി ഇതാണ്. ഖുർആൻ കേൾക്കാനുള്ള അവസരങ്ങൾ മുടക്കൽ, വിശുദ്ധ ഖുർആൻ കേൾക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കൽ. ഖുർആൻ ആരെങ്കിലും ഓതുകയാണെങ്കിൽ അത് ഓതാനുള്ള, അത് കേൾക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് അക്കാലഘട്ടം മുതലേ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു, അല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് നാടുവിടുകയാണ്. ഒരു മുസ്ലിമായി ജീവിക്കാൻ, എൻ്റെ ആദർശമനുസരിച്ച് ജീവിക്കാൻ എൻ്റെ നാട് അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ നാട് വിട്ടുപോകുന്നു എന്ന തീരുമാനത്തോടെ ബർഖുൽ ഇമാദിൽ നിന്ന് ഇബ്നു ദുഗന്നയാണ് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരുന്നത്.
ഇബ്നു ദുഗറിനെ മടക്കി കൊണ്ടുവരുമ്പോൾ പറഞ്ഞു, താങ്കൾ മക്കയിൽ എൻ്റെ സംരക്ഷണത്തിലാണ്, എൻ്റെ സംരക്ഷണത്തിലാണ്, താങ്കൾക്ക് ആരും ഒരു പ്രയാസവും വരത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. അദ്ദേഹം മടങ്ങി വന്ന് ഇബ്നു ദുഗറിനയുടെ സംരക്ഷണത്തിലാണ് എന്നറിഞ്ഞപ്പോൾ മക്കാ മുശ്രിക്ക് അവിടെ വെച്ചൊരു ഡിമാൻഡുണ്ട്, അവർ വെച്ചൊരാവശ്യം, അബൂബക്കർ സിദ്ദീഖ് ഇവിടെ തന്നെ ജീവിക്കട്ടെ. പക്ഷേ അബൂബക്കർ ഒരിക്കലും ഉറക്ക ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, ഉച്ചത്തിൽ ഖുർആൻ ഓതിക്കൂടാ. അബൂബക്കർ സിദ്ദീഖ് ഖുർആൻ ഓതുന്നുവെങ്കിൽ അത് പതുക്കെയാകണം, മെല്ലെയാകണം, ആളുകൾ കേൾക്കാത്ത വിധമാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണെങ്കിൽ, ഖുർആൻ ഓതാതെയും അത് മറച്ചു വെച്ചുമാണെങ്കിൽ, അത്തരം ഒരു ജീവിതം താങ്കളുടെ സംരക്ഷണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പാരായണം കേൾക്കുന്നതിനു വേണ്ടി ഇരുട്ടത്ത് മറഞ്ഞ് പരസ്പരം കാണാതെയും കാണിക്കാതെയും ആളുകൾ ഒരുമിച്ച് കൂടാൻ. ഖുർആൻ കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ അത് സ്വാധീനം ഉണ്ടാക്കുന്നു. വിശുദ്ധ ഖുർആൻ ആളുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു, ആളുകളിൽ പരിവർത്തനം ഉണ്ടാകുന്നു. ശരിയായ മതത്തിലേക്ക്, ദീനിലേക്ക് കടന്നു വരുന്നതിന് വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിലൂടെ പാരമ്പര്യമായും പൈതൃകമായും മുറുകെ പിടിച്ച ആദർശങ്ങളെ പലതിനെയും വലിച്ചെറിയുന്നതിന് വിശുദ്ധ ഖുർആനിൻ്റെ കേൾവി തന്നെ, ഖുർആൻ കേൾക്കുന്നു എന്നത് തന്നെ സഹായകമായി മാറുന്നു. സഹോദരങ്ങളെ, നമുക്ക് കാണാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ഒരിക്കൽ പറയുന്നു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് താങ്കൾ എനിക്കൊന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭംഗിയായി, സുന്ദരമായി, നല്ല ശബ്ദത്തോടുകൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എനിക്ക് ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി കേൾപ്പിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്കിറങ്ങിയ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾക്കല്ലേ, ഞാനത് ഓതി കേൾപ്പിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾക്കിറങ്ങിയ ഖുർആൻ ഞാനത് ഓതി കേൾപ്പിക്കണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, മറ്റൊരാളുടെ നാവിലൂടെ അതൊന്ന് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. മറ്റൊരാളിലൂടെ അതൊന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി. വിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനമെത്തി, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബികാലാ ഹൗലാഇ ഷഹീദ. ആ ആയത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്ത് നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു, പാരായണം നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓത്ത് നിർത്തിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ അത് കേട്ടിരുന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 42-ാമത്തെ ആയത്ത് ഓതി കേൾക്കാൻ കഴിയാത്ത വിധം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പാരായണം നിർത്തണം എന്നാവശ്യപ്പെടുകയാണ്. ആ ആയത്തിലുള്ളത് എന്താ? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ. അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും സാക്ഷികളായി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ വജിഇനാ ബികാലാ ഹൗലാഇ ഷഹീദ, അങ്ങയുടെ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ, ജനതയുടെ സാക്ഷിയായി താങ്കളും റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ആ സന്ദർഭം, ആ ഒരു സമയം അതെങ്ങനെ ഉണ്ടാവും നബിയെ എന്നൊരു ചോദ്യം. വജിഇനാ ബികാലാ ഹൗലാഇ ഷഹീദ, ഈ ജനതയുടെ, അങ്ങയുടെ സമൂഹത്തിന്റെ സാക്ഷിയായി താങ്കളും അവിടെ ഹാജരാക്കപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടാകും? രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയാനാണെങ്കിൽ പോലും ഹാജരാക്കപ്പെടുന്ന ഒരു ഘട്ടം. ആ ആയത്തെത്തിയപ്പോഴാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് ഖുർആൻ പാരായണം നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഞാനിത് പറയുന്നത്, ഖുർആൻ കേട്ട്, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഇരുന്ന് കേട്ട് അതുകൊണ്ട് ഈമാൻ കൊള്ളുന്ന, ഭക്തി വർദ്ധിക്കുന്ന, തഖ്വ വർദ്ധിക്കുന്ന, ഖുശൂ വർദ്ധിപ്പിക്കുന്ന ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൽ നിന്നുള്ള സംസാരം, അത് കേൾക്കാൻ അവർ ഏറെ ആഗ്രഹിച്ചിരുന്നു, അതവരെ സന്തോഷിച്ചിരുന്നു. അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുവല്ലോ, അതവരെ സന്തോഷിപ്പിച്ചിരുന്നു. സമയാസമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ആയത്തുകൾ ഇറങ്ങൽ, അള്ളാഹു സംസാരിക്കുകയാണ്. റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഓരോ സമയങ്ങളിലുള്ള കലാം എന്ന് പറഞ്ഞാൽ റബ്ബ് അപ്പപ്പോൾ സംസാരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് സ്വഹാബത്ത് അതിനെ കണ്ടിരുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്നതുവരെ ഇടയ്ക്കിടെ ഉമ്മു ഐമനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ ഭൃത്യയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അവരെ ഇടക്ക് നമുക്കൊന്ന് പോയി സന്ദർശിച്ചുകൂടെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കാൻ. അവർ രണ്ടുപേരും ഉമ്മു ഐമൻ റളിയല്ലാഹുവിനെ കാണുന്നതിന് വേണ്ടി ചെന്നു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവർ കരഞ്ഞുപോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? തീർച്ചയായും പരലോകത്ത് സ്വർഗത്തിൻ്റെ വാതിലിൽ ആദ്യം മുട്ടുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാൻ മുഹമ്മദാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയും. അപ്പോൾ മലക്ക്, കാവൽ നിൽക്കുന്ന മലക്ക് പറയും, മുഹമ്മദിന് വേണ്ടിയല്ലാതെ ഈ കവാടങ്ങൾ തുറക്കപ്പെടരുത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് ആദ്യം കാലെടുത്തു വെക്കുന്നത് നമ്മുടെ പ്രവാചകനാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിനാണ് വേദനിക്കുന്നത്, വിഷമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായതല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമല്ല. എന്നെ വേദനിപ്പിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഖുർആനിൻ്റെ അവതരണം നിലച്ചില്ലേ, അള്ളാഹുവിൻ്റെ സംസാരം നിലച്ചില്ലേ, കലാം അവസാനിച്ചില്ലേ, അതെന്നെ വേദനിപ്പിക്കുന്നുവെന്നാണ്. തീർച്ചയായും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത് അവരെ സന്തോഷിപ്പിച്ചതുപോലെ അവതരണം നിന്നു എന്നത് അവരെ വേദനിപ്പിച്ചു. ഇതിനാണ് അവർ കരയുന്നത് എന്ന് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും റളിയല്ലാഹു അൻഹുമാ അവർ രണ്ടുപേരും ഉമ്മ ഐമനോടൊപ്പം ചേർന്ന് കരഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവരെ സന്തോഷിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഗ്രന്ഥം. അവർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സുകളെ പിടിച്ചുലച്ച ഗ്രന്ഥം. അവരുടെ ജീവിതത്തിൽ അലമാരകളിൽ വന്നിരുന്ന് ചട്ടക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയല്ല, അലമാരയിൽ നിന്ന് പുറത്തു വന്ന് അക്ഷരങ്ങളായി കടന്നു വന്ന് അവരുടെ ശരീരത്തിനകത്ത് മനസ്സിനകത്ത് കടന്നു വന്ന് അവരുടെ ജീവിതത്തെ, അവരുടെ ഇടപാടുകളെ, അവരുടെ ക്രയവിക്രയങ്ങളെ, അവരുടെ വർത്തനങ്ങളെ, അവരുടെ വർത്തമാനങ്ങളെ, അവരുടെ പെരുമാറ്റങ്ങളെ, അവരുടെ കുടുംബ ജീവിതത്തെ, അവരുടെ ദാമ്പത്യ ജീവിതത്തെ, അവരെന്ന പിതാവിനെ, അവരെന്ന മക്കളെ, അവരെന്ന അയൽവാസിയെ എല്ലാം സ്വാധീനിച്ച് അതിശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ, വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ മഹത്തായ ഒരു ഗ്രന്ഥം. അത് കേൾക്കുന്നത് അവർക്ക് സന്തോഷമായിരുന്നു, അത് പഠിക്കുന്നത് അവർക്ക് സന്തോഷമായിരുന്നു, അതുമായി ബന്ധം നിലനിർത്തുന്നത് അവർക്ക് സന്തോഷമായിരുന്നു. അതിനോട് അകലുന്നത്, അതിനോട് വേർപാടുണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വേദനയായിരുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ കേൾക്കലാണ് ഖുർആനിനോട് നാം കാണിക്കേണ്ടുന്ന മര്യാദ. അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അതിൻ്റെ പരിഭാഷയും വ്യാഖ്യാനവും അടക്കം എല്ലാം സേവ് ചെയ്തു വെക്കാൻ മാത്രമുള്ള സ്പേസുള്ള അത്രയും നല്ല സംവിധാനങ്ങളോടുകൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരുപക്ഷെ ഒരു 10 കൊല്ലം മുമ്പുള്ള ആളുകൾക്കില്ലാത്ത സൗകര്യങ്ങൾ ഖുർആൻ കേൾക്കണമെന്ന് നാം ആഗ്രഹിച്ചാൽ, വിശുദ്ധ ഖുർആൻ കേൾക്കണമെന്ന് നാം തീരുമാനിച്ചാൽ അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും സ്വന്തം കൈകളിൽ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. അതുകൊണ്ട് ഖുർആൻ ധാരാളമായി നാം കേൾക്കണം, വിശുദ്ധ ഖുർആൻ ധാരാളമായി നാം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ നിരന്തരമായി കേൾക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിനോടുള്ള രണ്ടാമത്തെ പരിഗണന, വിശുദ്ധ ഖുർആനിനോടുള്ള രണ്ടാമത്തെ അവഗണന വത്തർക്കുതിലാവത്തിഹി, വിശുദ്ധ ഖുർആൻ ഓതാതിരിക്കൽ, ഖുർആൻ പാരായണം ചെയ്യാതിരിക്കൽ ഖുർആനിനോടുള്ള അവഗണനയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്. അതിൻ്റെ ഫലായിലുകൾ, ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകൾ അറിഞ്ഞവരും മനസ്സിലാക്കിയവരുമാണ് ഞാനും നിങ്ങളും. വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് അതിലെ ഓരോ അക്ഷരങ്ങളും, ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും ഓതുന്നതിന് കൂലിയുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും റബ്ബിൻ്റെ അടുക്കൽ അതിന് കൃത്യമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്നും അറിഞ്ഞ് ബോധ്യപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ.
അറിയാം നമുക്ക് അലിഫ് ലാം മീം എന്നോദിയാൽ അതിന് ഒരൊറ്റ പ്രതിഫലം ഒന്നിച്ച് നൽകലല്ല. അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. ഓരോ അക്ഷരത്തിനും വേറെ വേറെ പ്രതിഫലം ഉണ്ടെന്ന് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നോക്ക്, നിങ്ങൾ തപ്പിത്തടഞ്ഞ് എന്നെ കൊണ്ട് ഓതാനാവൂ, ഒഴുക്കിൽ ഓതാൻ എന്നെ കൊണ്ട് കഴിയില്ല. എൻ്റെ മതവിദ്യാഭ്യാസം 2ാം ക്ലാസ്സാണ്, ഞാൻ മദ്രസയിൽ തീരെ പോയിട്ടില്ല, എനിക്ക് നന്നായി ഖുർആൻ ഓതാൻ അറിയില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ തപ്പിത്തടഞ്ഞ് ഓതുന്ന ആളുകൾ അല്ലാഹു അവർക്ക് 2 പ്രതിഫലം നൽകും. വിശുദ്ധ ഖുർആൻ തപ്പിത്തടഞ്ഞ് ഓതുന്ന ആളുകൾ അല്ലാഹു അവർക്ക് 2 പ്രതിഫലം നൽകും. ഒന്ന്, അവർ ഓതുന്നതിനുള്ള, പാരായണം ചെയ്യുന്നതിനുള്ള പ്രതിഫലം. മറ്റൊന്ന്, കൃത്യമായി ഒഴുക്കോടുകൂടെ ഓതാൻ അറിയില്ലെങ്കിലും ഓതണം എന്നവർ കാണിക്കുന്ന താല്പര്യത്തിനുള്ള പ്രതിഫലം. വിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മൾ കാണിക്കുന്ന താല്പര്യത്തിനുള്ള പ്രതിഫലം, അതും അല്ലാഹു പരിഗണിക്കുമെന്നും അതിനും അല്ലാഹു പ്രതിഫലം നൽകുമെന്നുമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആ ഖുർആൻ പാരായണത്തിൻ്റെ ഒരുപാട് ഹദീസുകളിലൂടെ അതിന് പഠിപ്പിക്കപ്പെട്ട ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ, ഫലായിലുകൾ അറിഞ്ഞവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളൊക്കെ. പക്ഷേ ഞാൻ പറയട്ടെ, ഒരുപക്ഷേ നമ്മളീ ഇരിക്കുന്ന സദസ്സിലും സത്യസന്ധമായി ചോദിച്ചാൽ, സത്യസന്ധമായി പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഓതാത്ത അധ്യായങ്ങൾ ഇപ്പോഴും ഖുർആനിലുണ്ട് എന്ന് പറയേണ്ടുന്ന ഗതികേടുള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഓതിയിട്ടില്ലാത്ത സൂറത്തുകൾ ഖുർആനിലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓതിയിട്ടില്ലാത്ത ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഗതികേടുള്ളവർ നമ്മളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു തവണയെങ്കിലും തികച്ചോതിയിട്ടില്ലാത്ത ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, പരലോകത്ത് വരുമ്പോ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവേ ഇതാ ഈ ഗ്രന്ഥത്തെ അവഗണിച്ചുകൊണ്ട് ജീവിച്ചവരാണിവർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ കൈ ചൂണ്ടി ആക്ഷേപിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അത്തരം ആളുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്ന ആളാണോ, ഖുർആനിനെ അവഗണിക്കുന്ന ആളാണോ? വയസ്സ് 80 വയസ്സ് 50, വയസ്സ് 30, 40, പ്രായവ്യത്യാസങ്ങളുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ചോദിക്കുന്ന ചോദ്യം ചെറിയൊരു ചോദ്യം, ഏറെ ഗൗരവത്തോടുകൂടെ നമ്മളോതാത്ത ഒരൊറ്റ സൂറത്തും ഖുർആനിലില്ലെന്ന് ഉറപ്പോടുകൂടെ തന്നെയാണോ അല്ലാഹുവേ ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഒരിക്കലെങ്കിലും ഉച്ചരിച്ചിട്ടില്ലാത്ത ഒരായത്ത് പോലും വിശുദ്ധ ഖുർആനിലില്ല, മുഴുവനായി ഞാൻ ഓതിയിട്ടുണ്ട്, എല്ലാം ഞാൻ ഒരിക്കലെങ്കിലും എൻ്റെ ഈ നാവ് കൊണ്ട് ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയ അവസ്ഥയിലാണോ ഖുർആനും നമ്മളും തമ്മിൽ ഉള്ള ബന്ധം? അല്ലെന്ന് പറയേണ്ടി വരുന്നുവെങ്കിൽ ഓതിയിട്ടില്ലാത്ത അവസ്ഥയാണെങ്കിൽ, നാം മറിച്ചിട്ടില്ലാത്ത, തുറന്നിട്ടില്ലാത്ത അധ്യായങ്ങൾ ഇന്നും ഖുർആന്റെ അകത്തുണ്ടെങ്കിൽ, നാം നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാത്ത ആയത്തുകൾ ഇന്നും ഖുർആനിന്റെ താളുകൾക്കകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ചേ പറ്റു ഗൗരവത്തോടുകൂടെ എങ്ങനെ കിടന്നുറങ്ങണം ഇന്നത്തെ രാത്രി എന്ന്, എങ്ങനെയാണ് നാം സ്വസ്ഥമായി അന്തിയുറങ്ങേണ്ടതെന്ന് ഗൗരവത്തോടുകൂടെ തന്നെ ആലോചിക്കണം. സഹോദരങ്ങളെ, ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ജുമുഅ ആരംഭിക്കുന്നതിനുള്ളത്. ചുറ്റും വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങേ തലക്കലിരിക്കുന്ന ഒരാൾ വല്ലാത്ത മനോവേദനയോടുകൂടെ വിഷമിച്ചുകൊണ്ട്, കണ്ണ് നിറച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന്, എന്താണ് പ്രയാസമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ഉത്തരം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, തീർച്ചയായും ആ ചെറുപ്പക്കാരൻ പറയുന്നു, നിങ്ങൾ കണ്ടോ ഈ പള്ളിയിലിരിക്കുന്ന അധികം ആളുകൾ, അവരുടെ എല്ലാം കൈകളിൽ വിശുദ്ധ ഖുർആനുണ്ട്, അവരെല്ലാം ഓതിക്കൊണ്ടിരിക്കാൻ. എനിക്കും അവരെ പോലെ വെള്ളിയാഴ്ച ദിവസം നേരത്തെ വന്നിരുന്ന് അവരോതുന്നത് പോലെ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് ഓതണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല, അറബി ഭാഷ എനിക്കറിയില്ല. ഞാൻ ദീനിലേക്ക് വന്നിട്ട് വർഷം 2 ആയുള്ളൂ, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ആ സൂറത്ത് കാണാതെ അറിയില്ല, എനിക്കതിലെ അക്ഷരങ്ങൾ അറിയില്ല. അതോതാൻ അറിയാത്തത് കൊണ്ട് അതോർത്തപ്പോ ഒന്ന് വേദനിച്ചു പോയതാണ് എന്ന് മറുപടി പറയുന്ന ആള് സ്വഹാബത്തിന്റെ കൂട്ടത്തിലല്ല. ഇന്നും
നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന സമുദായത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, സൂറത്തുൽ കഹ്ഫ് ഓതാത്ത എത്രയോ വെള്ളിയാഴ്ചകൾ നമുക്ക് കടന്നുപോയി. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഇതാ ജുമയുടെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സമാപനത്തിലാണുള്ളത്. ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതാത്ത ആളുകൾ, 18-ാം അധ്യായം ഓതാത്ത ആളുകൾ, ആ സുന്നത്ത് കിട്ടാത്ത ആളുകൾ, ആ സുന്നത്തെടുക്കാത്ത ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എൻ്റെ ചെറിയ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആവർത്തിക്കുന്ന മറ്റൊന്നിതാണ്, സഹോദരങ്ങളെ, എന്തേ വേദന തോന്നാത്തത്? നമുക്കതെന്തേ വിഷമമാകാത്തത്? കണ്ണ് നനയാത്തത്? പ്രയാസമുണ്ടാകാത്തത്? മനോവിഷമം അനുഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു വെള്ളിയാഴ്ചയും 2 വെള്ളിയാഴ്ചയും 1 മാസവും 1 കൊല്ലവും അത്തരം സൂറത്തുകൾ ഓതിയില്ലെങ്കിലും അതൊന്നും ഒരു പ്രയാസവും ആകാത്തത് എന്തുകൊണ്ടാണ്? ഓതാനുള്ള ഖുർആനും ഓതാനുള്ള അറിവും, അക്ഷരങ്ങൾ വായിക്കാനുള്ള കഴിവും, മനസ്സിലാക്കാനുള്ള ശക്തിയും, പഠിക്കാനുള്ള അവസരവും അപാരമായ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നൽകപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓതുന്നില്ലെന്നത്, പാരായണം ചെയ്യുന്നില്ലെന്നത്, അവസരമുണ്ടായിട്ടും അത് ഓതാനുള്ള താല്പര്യം കാണിക്കുന്നില്ലെന്നത്, അതെന്തേ നമ്മളെ വേദനിപ്പിക്കാത്തത്? വേദനിക്കുന്നു. നമ്മളുടെ കൂടെ തന്നെ ജീവിക്കുന്ന ചില ആളുകൾ, അവർക്ക് ഓതാൻ കഴിയാത്തത് കൊണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട്, അവർക്ക് പാരായണം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഓതുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ അത് മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ അത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം. അല്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിലാണ് നാം ഉൾപ്പെടുക. സഹോദരങ്ങളെ, ഖുർആനിനുള്ള 3-ാമത്തെ പരിഗണന വൽ അമലു ബിഹി. വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് വിശുദ്ധ ഖുർആനിനുള്ള 3-ാമത്തെ പരിഗണന. തീർച്ചയായും നമുക്കറിയാം, ഒരുപാട് ആയത്തുകൾ നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാനിതാ ഏറെ ഗൗരവത്തോടുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കറിയാവുന്ന ആയത്തുകൾ, ഓതി കേൾപ്പിക്കപ്പെട്ട ആയത്തുകൾ, ജുമുഅ ഖുതുബകളിലൂടെ പഠിപ്പിക്കപ്പെട്ട ആയത്തുകൾ, ക്ലാസ്സുകളിലൂടെ നാം കേട്ടറിഞ്ഞ ആയത്തുകൾ, കാസറ്റുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട ആയത്തുകൾ, കൃത്യമായി നാം തിരിച്ചറിഞ്ഞ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, ശാസനകൾ, താക്കീതുകൾ, ഓർമ്മപ്പെടുത്തലുകൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, വിധികൾ, വിലക്കുകൾ ഒരുപാട് എനിക്കും നിങ്ങൾക്കും അറിയാം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടൊരു കൽപ്പന, അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ വിരോധിക്കപ്പെട്ട ഒരു കാര്യം, നിഷിദ്ധമായതൊന്ന്, അത് ഒഴിവാക്കാൻ നമുക്കിന്നും സാധ്യമായില്ലെങ്കിൽ നമ്മൾ ഖുർആനിനെ പരിഗണിക്കുന്നവരല്ല, ഖുർആനിനെ അവഗണിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു നൽകിയ ഗ്രന്ഥത്തിൽ ചിലതിനെ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നുവോ, പലതിനെയും നിങ്ങൾ തള്ളിക്കളയുന്നുവോ? അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നമസ്കരിക്കണം, അഖീമുസ്സലാ എന്ന് പറയുമ്പോൾ സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് ഞാൻ ഉണ്ടാവണം, ളുഹറിന് ഞാൻ ഉണ്ടാവണം, അസ്റിന് ഞാൻ ഉണ്ടാവണം, മഅരിബിന് ഞാൻ ഉണ്ടാവണം, ഇശാഇന് ഞാൻ ഉണ്ടാവണം, 1-ാമത്തെ സഫിൽ തന്നെ ഞാൻ ഉണ്ടാവണം, നമസ്കാരത്തിന്റെ ജമാഅത്തിൽ തന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിയണം, ജമാഅത്ത് നമസ്കാരത്തിന്റെ മുന്നേയുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും എനിക്ക് കിട്ടണം എന്നൊക്കെ സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ ഉണ്ടാകാം. എന്നാൽ അഖീമുസ്സലാ എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ കൂടെ ആയത്ത് അവസാനിപ്പിക്കാതെ തന്നെ ആവശ്യപ്പെട്ടു വആതുസ്സക്കാ, സക്കാത്ത് നൽകണേ എന്ന്. നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുകയും സക്കാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നുവോ? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഐഹിക ജീവിതത്തിൽ നിന്ദയുണ്ടാവും. വേദഗ്രന്ഥത്തിൽ ചിലതിനെ മാത്രം സ്വീകരിക്കുകയും ചിലതിനെ തള്ളിക്കളയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഐഹിക ജീവിതത്തിൽ അള്ളാഹു നിന്ദത നൽകും. വയുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, കഠിന ശിക്ഷയിലേക്ക് അവർ പരലോകത്ത് വരുമ്പോൾ തള്ളപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ എന്താണോ ഖുർആനിലൂടെ പറഞ്ഞത്, എന്താണോ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടത്, അത് ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. ഇത് പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും പറയാനും കേൾക്കാനുള്ള അവസരങ്ങൾ നമുക്ക് എമ്പാടുമാണ്, ധാരാളമാണ്.
ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇത് നമ്മളുടെ ജീവിതത്തിലൂടെ, വ്യക്തി ജീവിതത്തിലൂടെ, സ്വകാര്യ ജീവിതത്തിലൂടെ, രഹസ്യ ജീവിതത്തിലൂടെ, ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്ന നിയമങ്ങൾ പാലിക്കപ്പെടാതെ പോയാൽ, സൂക്ഷിക്കപ്പെടാതെ പോയാൽ സഹോദരങ്ങളെ, അവിടെയാണ് വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ബന്ധത്തെ, ഖുർആനിനെ പരിഗണിക്കുന്നുണ്ടോ എന്ന്, വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. തീർച്ചയായും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്വകാര്യതകൾ നിങ്ങൾക്ക് മാത്രം അറിയാവുന്നതാണ്. എൻ്റെ സ്വകാര്യതകൾ എനിക്ക് മാത്രം അറിയാവുന്നതാണ്. ഞാൻ മാത്രമുള്ളൊരു നേരം എൻ്റെ റൂമിനകത്ത് വാതിലടച്ച് ജനലടച്ച് ഞാൻ മാത്രമുള്ളൊരു നേരം ഞാൻ അപ്പോൾ എന്ത് കാണുന്നുവെന്ന്, ഞാൻ അപ്പോൾ എന്ത് കേൾക്കുന്നുവെന്ന്, ഞാൻ ആ സമയം എന്തിനെപ്പറ്റി ചിന്തിക്കുന്നുവെന്ന്, ഞാൻ ആ സമയം എന്ത് പ്രവർത്തിക്കുന്നുവെന്ന്, എൻ്റെ സ്വകാര്യതയെപ്പറ്റിയും എൻ്റെ രഹസ്യത്തെപ്പറ്റിയും എൻ്റെ റൂമിനകത്ത് ഞാൻ മാത്രമുള്ള സമയത്തെപ്പറ്റിയും എനിക്ക് മാത്രമാണ് അറിയുക. ആ സ്വകാര്യതയെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, രഹസ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, ഇരുട്ടിനുള്ളിൽ നാം മാത്രമുള്ള സമയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്കറിയാവുന്ന നിയമങ്ങൾ, ഖുർആനിൽ നിന്ന് നാം പഠിപ്പിക്കപ്പെട്ട നിയമങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ, അത് പാലിക്കപ്പെടാറുണ്ടോ? സ്വന്തം റൂമിനകത്ത് പാലിക്കപ്പെടാറുണ്ടോ? ഒറ്റക്കുള്ള സമയങ്ങളിൽ പാലിക്കപ്പെടാറുണ്ടോ? രഹസ്യ ജീവിതങ്ങളിൽ പാലിക്കപ്പെടാറുണ്ടോ? സ്വകാര്യ സന്ദർഭങ്ങളിൽ അത് പാലിക്കപ്പെടാറുണ്ടോ? അതിന് വിരുദ്ധമായി തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ, കുറ്റമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ, പാപമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ, പാടില്ലാത്തതാണെന്ന ബോധ്യത്തോടുകൂടെ തന്നെ പല സന്ദർഭങ്ങളിലും പലതും പലതവണയായി ആവർത്തിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെങ്കിൽ, ഇന്ന ഖൗമിത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, ഇതാ ഗ്രന്ഥത്തെ അവഗണിച്ചുകൊണ്ട്, വേദത്തെ തള്ളിക്കൊണ്ട്, നീ നൽകിയ കിതാബിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ച ആളുകൾ എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ചൂണ്ടുമ്പോൾ അത് നമ്മുടെ നെഞ്ചിലേക്കായിരിക്കില്ലേ? ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കണം. അറിയുന്ന ആയത്തുകൾ, പഠിച്ചായത്തുകൾ അത് ജീവിതത്തിൽ പാലിക്കപ്പെടണം. സ്വകാര്യ ജീവിതത്തിൽ പോലും, രഹസ്യ ജീവിതത്തിൽ പോലും അതുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം. വിശുദ്ധ ഖുർആനിൽ 49-ാം അധ്യായത്തിലെ 2-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശബ്ദം പ്രവാചക ശബ്ദത്തെക്കാൾ ഉയർത്താൻ പാടില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു നിയമം ഇറങ്ങാൻ ഒരു നിവേദക സംഘം അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുന്നതിനു വേണ്ടി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംസാരിച്ചു. സംസാരം കഴിഞ്ഞ് ആ സംഘം അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരാളെ നേതാവാക്കണം, ആ സംഘത്തിൽ ഒരാളെ അമീറാക്കണം. ആ അമീർ ആരാകണം എന്ന ചർച്ച ഉണ്ടായി. വന്ന ആളുകളും അവിടെ ഉള്ള ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തടക്കം ഉമർ ഇബ്നുൽ ഖത്താബും അബൂബക്കർ സിദ്ദീഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും റളിയല്ലാഹു അൻഹും അവരടക്കമുള്ള പ്രമുഖരായ സ്വഹാബികൾ അടങ്ങുന്ന ആ സദസ്സിൽ ആ ചർച്ചയുണ്ടായപ്പോൾ ആളുകൾ പലരും പല അഭിപ്രായങ്ങളും പലരെ പറ്റിയും പറഞ്ഞു. പല ആളുകളും പല പേരുകളും നിർദ്ദേശിച്ചു. ആളുകൾ ഒന്നിച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ, സംസാരിച്ചപ്പോൾ ശബ്ദങ്ങൾ ഇങ്ങനെ ഉയർന്നു. അപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ആ സദസ്സിലിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറയുന്നത് കേൾക്കാൻ കഴിയാത്ത വിധം ശബ്ദങ്ങളുണ്ടായി, ബഹളങ്ങളുണ്ടായി. വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്താൻ പാടില്ല. നിങ്ങളുടെ ശബ്ദം റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സദസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ആദരിച്ചു കൊണ്ടുവേണം നിങ്ങളുടെ സംസാരങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദത്തെ, സംസാരത്തെ കേൾക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർന്നു പോയിക്കൂടാ. അങ്ങനെ ഉയർന്നാൽ, ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് നിങ്ങളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയും. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. അത്രയും വലിയ കുറ്റകരമായ ഒരു പ്രവർത്തനമാണത് എന്ന് ഖുർആൻ അവരെ ഓർമ്മപ്പെടുത്തി. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ചരിത്രത്തിൽ നമുക്ക് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും പറയുമ്പോൾ കാതിൽ സ്വകാര്യം പറയുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞാൽ, ഉമറെ നീ എന്ത് പറഞ്ഞുവെന്ന് രണ്ടാമതൊരിക്കൽ ചോദിച്ച് അത് വീണ്ടും കേൾപ്പിക്കേണ്ടി വരുന്ന, പറയിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ പഠിപ്പിച്ചതും ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങൾ അത് പാലിക്കാത്ത, ശ്രദ്ധിക്കാത്ത, പകർത്താത്ത, പ്രയോഗവൽക്കരിക്കാത്ത ആളുകൾ ഖുർആനിനെ പരിഗണിക്കുന്നവരല്ല, വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നവരാണ്.
വിശുദ്ധ ഖുർആൻ പരിഗണിക്കണം എന്ന് പറഞ്ഞ, വിശുദ്ധ ഖുർആനിനെ പരിഗണിക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മത കാണിച്ച സ്വഹാബികൾ. 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുന്ന പതിവ് അതേ നിർത്തി. എപ്പോഴും റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്ന് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന, ഉപദേശങ്ങളൊക്കെ കേൾക്കുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പതിവ് അതേ നിർത്തിവെച്ചു. വരാണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസം അദ്ദേഹത്തെ കാണാതെയായപ്പോൾ ആളെ പറഞ്ഞയച്ച് അദ്ദേഹത്തിന്റെ വിവരം അന്വേഷിക്കാൻ. സാധാരണ നമ്മൾ സെന്ററിൽ വരുന്ന ഒരാൾ എന്തു ചെയ്യണം? അയാളെ കാണാണ്ടായാൽ അയാളെ പറ്റി വിവരം തേടണം, എന്തു പറ്റിയെന്ന് അന്വേഷിക്കണം. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ച് അദ്ദേഹത്തിന് എന്തു പറ്റി എന്ന് അന്വേഷിക്കാൻ. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു പറയുന്ന പ്രശ്നം ഈ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്താൻ പാടില്ല, ഫൗഖ സൗത്തിൻ നബിയ്യി, പ്രവാചക ശബ്ദത്തെക്കാൾ. അതെന്തേ കാരണം? അങ്ങനെ ശബ്ദം ഉയർന്നാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജന്മനാ പ്രകൃതിയ ഉയർന്ന ശബ്ദമാണ് എൻ്റെത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ മറ്റാളുകളുടെ സംസാരത്തേക്കാൾ എൻ്റെ ശബ്ദം പൊങ്ങിപ്പോവും. അങ്ങനെ ഒരു പ്രകൃതമാണ് എൻ്റെത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഞാൻ വരികയും ഞാൻ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ എൻ്റെ ശബ്ദം ഉയർന്നു പോകുമോ? എൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമോ? ഞാൻ നരകാവകാശിയായി പോകുമോ? ആ വേദനയും അസ്വസ്ഥതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ആളോട് അദ്ദേഹം തിരിച്ചു പറഞ്ഞയക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് പോയി പറയണം, ഇന്നക മിൻ അഹ്ലിൽ ജന്ന, താങ്കൾ സ്വർഗാവകാശിയാണ് എന്ന് അദ്ദേഹത്തോട് പറയണം, നരകക്കാരനല്ല എന്ന് അദ്ദേഹത്തോട് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി അദ്ദേഹം കാണിച്ച താല്പര്യം, ആയത്തിനെതിരാകാതിരിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കാണിച്ച സൂക്ഷ്മതയും ജാഗ്രതയും സഹോദരങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. നമുക്ക് കാണാം, വിശുദ്ധ ഖുർആനിനോടുള്ള പരിഗണന പറഞ്ഞ കൂട്ടത്തിൽ 4-മത്തെ ഒരു കാര്യം ഖുർആൻ പഠിക്കുക, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ പറ്റി എന്താണ് ചിന്തിക്കാത്തത്? നിങ്ങൾ ഖുർആനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അമലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിൽ 24-ാമത്തെ ആയത്തിൽ കാണാം, നിങ്ങളുടെ കാതുകൾക്ക്, നിങ്ങളുടെ കൽബുകൾക്ക് എന്താണ് താഴിട്ടിട്ടുണ്ടോ, പൂട്ടിട്ട് വെച്ചതാണോ? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? വിശുദ്ധ ഖുർആനിനെ പറ്റി ചിന്തിക്കണമെന്നാണ്, ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കണമെന്നാണ്, പഠിക്കണമെന്നാണ്, ആഴത്തിൽ അതിനെ മനസ്സിലാക്കണമെന്നാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, NV അബ്ദുസ്സലാം മൗലവി കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലഘട്ടത്തിൽ തുടക്കം മുതൽ 950-കളിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് മുതൽ സംഘടനയുടെ തലപ്പത്ത് ഉണ്ടായിരുന്ന, നേതൃത്വത്തിലുണ്ടായിരുന്ന മഹാനായിരുന്ന NV അബ്ദുസ്സലാം മൗലവി മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ചന്ദ്രിക പത്രത്തിൽ, അന്ന് ചന്ദ്രികയിൽ ഉണ്ടായിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ബന്ധു കൂടെയായ റഹീം മേച്ചേരി സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് ഒരു അനുസ്മരണം എഴുതി. NVയും റഹീം മേച്ചേരിയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അള്ളാഹു അവർക്ക് മഅഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, NV മരണപ്പെട്ട സമയത്ത് റഹീം മേച്ചേരി എഴുതിയ ലേഖനം, ആ കുറിപ്പ്, അനുഭവ കുറിപ്പ് ആരംഭിക്കുന്നത് ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ്. NVയെ കാണുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ദിവസം NVയുടെ വീട്ടിൽ പൂമുഖത്ത് ആ വീട്ടിലെ മുഴുവൻ മെമ്പർമാരും, മക്കളും മരുമക്കളും പേരമക്കളും അടങ്ങുന്ന മുഴുവൻ മെമ്പർമാരും അതിരാവിലെ സുബൈക്ക് തൊട്ട് ശേഷമുള്ളൊരു സമയം അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ എല്ലാവരും പൂമുഖത്ത്. റഹീം മേച്ചേരി എഴുതുന്നു, ഞാൻ വിചാരിച്ചു അവരുടെ എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം, അവരുടെ കുടുംബത്തിൽ എന്തോ കാര്യമായൊരു വിഷയം, അതിനെപ്പറ്റി ഒരു ചർച്ച. ഞാൻ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ കയ്യിൽ വെച്ച്, ഖുർആനിൻ്റെ തഫ്സീറുകൾ കയ്യിൽ വെച്ച് വാപ്പയും മക്കളും മരുമക്കളും പേരമക്കളും അടങ്ങുന്ന കുടുംബം മുഴുവൻ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കാഴ്ചയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ നേതൃത്വം നൽകിയ, ഇങ്ങനെ വഴി കാണിച്ചു തന്ന, മുന്നിൽ നിന്ന് നമുക്ക് നായകത്വം വഹിച്ച മഹാരഥന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ പഠിപ്പിച്ച പാതയും അവർ പഠിപ്പിച്ച രീതിയും വിശുദ്ധ ഖുർആനിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ്. ആ രീതി ഒരിക്കലും നമുക്ക് കൈവിട്ടുകൂടാ. വിശുദ്ധ ഖുർആൻ അത് പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതിൻ്റെ ആശയം പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തീർച്ചയായും നമ്മൾ ഉണ്ടാകണം. നമ്മുടെ എല്ലാം സെന്ററുകളിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കുകളെ കൊണ്ട്, പ്രാരാബ്ദങ്ങളെ കൊണ്ട്
പ്രയാസങ്ങളെ കൊണ്ട്, ജോലിഭാരങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയമില്ലാത്ത, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താനാവാത്ത, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സന്നദ്ധതയില്ലാത്ത ആളുകളാണ് ഒരുപക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷം ആളുകൾ. 10 ആളുകൾക്ക് വേണ്ടി, 15 ആളുകൾക്ക് വേണ്ടി, 500 ആളുകൾക്കും 1000 ആളുകൾക്കും പങ്കെടുക്കാവുന്ന ചുറ്റളവുകളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി, അത് പഠിപ്പിച്ച്, അതിന്റെ പദങ്ങൾ എഴുതി, അതിന്റെ അർത്ഥം എഴുതി, അതിന്റെ ഗ്രാമർ പറഞ്ഞ്, വ്യാകരണം പറഞ്ഞ്, വിശദീകരണം പറഞ്ഞ്, തഫ്സീർ പറഞ്ഞ്, വ്യാഖ്യാനം പറഞ്ഞ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കഴിവുള്ള പണ്ഡിതന്മാർ കൃത്യമായി ചെറിയ ചെറിയ അധ്യായങ്ങളായി, ചെറിയ ചെറിയ ആയത്തുകളായി ഘട്ടം ഘട്ടമായി പഠിപ്പിക്കുമ്പോൾ ഒരു 5 കൊല്ലം കൊണ്ട് ഖുർആൻ പഠിക്കാൻ നമുക്ക് സംവിധാനമുണ്ടെങ്കിൽ, ഒരു 10 കൊല്ലം കൊണ്ട് ഖുർആൻ പഠിക്കാൻ നമുക്ക് സംവിധാനമുണ്ടെങ്കിൽ ആലോചിക്കണം. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. എന്തുകൊണ്ട് ആ ക്ലാസ്സുകൾ നാം അവഗണിക്കുന്നുവെന്ന്, നമ്മളെന്തേ അവിടെ ഹാജരാക്കാത്തതെന്ന്, എന്തുകൊണ്ടാണ് നമ്മുടെ സാന്നിധ്യം അവിടെ ഇല്ലാതെ പോകുന്നതെന്ന്. സുഹൃത്തുക്കളെ, ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിരിക്കുമ്പോൾ ഭക്ഷണമേശയുടെ തൊട്ടടുത്ത് വെളുത്തൊരു വൈറ്റ് ബോർഡും അതിൻ്റെ അടുത്ത് വൈറ്റ് ബോർഡിൽ എഴുതാവുന്ന ഒരു മാർക്കറും കണ്ട് ആ ബോർഡ് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അത് വെച്ച വീട്ടിലെ കുടുംബനാഥൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ എപ്പോഴെങ്കിലും ഈ സംസാരം അദ്ദേഹം കേൾക്കാൻ സാധ്യതയായാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും നിലക്ക് പ്രയാസമുണ്ടാക്കാനല്ല, ആ സൽഗുണം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെടാനല്ല, നമുക്കാർക്കെങ്കിലും മാതൃകയായെങ്കിൽ മാതൃകയാകട്ടെ എന്ന ആഗ്രഹത്തോടു കൂടെ ഞാൻ പറയുന്നു. എന്തിനാണ് ഈ വൈറ്റ് ബോർഡ്, എന്തിനാണ് ഈ മാർക്കർ, എന്തിനാണ് ഈ റൂമിൽ ഇങ്ങനെ ഒരു സംവിധാനം എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൊട്ടടുത്തുള്ള ഖുർആൻ പഠന ക്ലാസ്സിൽ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമാണ്. എൻ്റെ ഭാര്യയ്ക്ക് പങ്കെടുക്കാൻ കഴിയില്ല, സമയത്ത് എൻ്റെ മക്കൾക്കും പോകാൻ കഴിയില്ല. ആഴ്ചയിൽ ഒരിക്കൽ 1.25 മണിക്കൂർ നേരം ആ ക്ലാസ്സിൽ പോയിരുന്ന് ഞാൻ പഠിക്കുന്ന 2 ആയത്തുകൾ അതിൻ്റെ അർത്ഥസഹിതം ഞാൻ തിരിച്ചു വന്ന് ഞാനത് ആ ബോർഡിൽ എഴുതിയിടും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ 2 ആയത്ത് എഴുതിയിടും, അല്ലെങ്കിൽ എൻ്റെ മകൻ ആ ആയത്തും അതിൻ്റെ അർത്ഥം എഴുതിയിടും. അടുത്ത ആഴ്ച ആ സമയം ക്ലാസ്സിൽ പോകാൻ നേരമാകുമ്പോഴേക്ക് ഞാനും എൻ്റെ മകളും എൻ്റെ മകനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ കുടുംബം ആ ആയത്തും അതിൻ്റെ അർത്ഥവും മനഃപ്പാഠമാക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഇത്രയായപ്പോഴേക്ക് സൂറത്തുൽ മുർസലാത്ത് ഞങ്ങൾക്ക് മനഃപ്പാഠമാണ്, എൻ്റെ കുടുംബത്തിന് മനഃപ്പാഠമാണ്, എൻ്റെ ഭാര്യയ്ക്ക് മനഃപ്പാഠമാണ്, എൻ്റെ മക്കൾക്ക് മനഃപ്പാഠമാണ്. അത് ഈ സംവിധാനത്തിലൂടെയാണ് ഞങ്ങൾ പഠിച്ചുണ്ടാക്കിയത് എന്ന് പറയുന്നത് സ്വഹാബികളുടെ ചരിത്രമല്ല. നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് കുടുംബസമേതം ഭാര്യ മക്കളോടൊപ്പം വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ളൊരു സംവിധാനം അത് നമ്മൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായും ഈ അലംഭാവത്തിന് മാറ്റം വേണം. നാം സന്നദ്ധരായേ പറ്റൂ. ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. സമയം കണ്ടെത്തിയേ പറ്റൂ. തിരക്കുകൾ നാം ലഘൂകരിച്ചില്ലെങ്കിൽ, തിരക്കുകൾ നാം കമ്മിയാക്കിയില്ലെങ്കിൽ, തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് തന്നെ സമയം കണ്ടെത്താനുള്ള സന്നദ്ധത നമുക്കുണ്ടായില്ലെങ്കിൽ വലിയ നഷ്ടബോധത്തിലേക്ക്, എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിലപിക്കേണ്ടി വരുന്ന, ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു സന്ദർഭത്തിലേക്ക്, ഒരു സമയത്തിലേക്ക് ഞാനും നിങ്ങളും ചെന്നെത്തുമെന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, വിശുദ്ധ ഖുർആൻ എന്താണ് എന്നറിയുന്ന, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 1-2 മാസമാകുമ്പോൾ, 1 കൊല്ലമാകുമ്പോൾ, 2 കൊല്ലമാകുമ്പോൾ, 5 കൊല്ലമാകുമ്പോൾ വിശുദ്ധ ഖുർആനിനെ കൃത്യമായി അറിഞ്ഞ, പഠിച്ച, മനസ്സിലാക്കിയ, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ മാത്രം കരുത്തും കെൽപ്പും അറിവും ആഴത്തിലുള്ള വിജ്ഞാനവും നേടിയ ആളുകളെ പലപ്പോഴും നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നു. ജനിച്ചത് തന്നെ ദീനിലാണ്, ചെറുപ്പം മുതലേ കയ്യിലുള്ള ഗ്രന്ഥമാണ്, എൻ്റെ വീട്ടിലതുണ്ട്, അതിൻ്റെ പരിഭാഷയുണ്ട്, അതിൻ്റെ വ്യാഖ്യാനമുണ്ട്, അതിൻ്റെ വിശദീകരണമുണ്ട്. വയസ്സ് 50 എന്നിട്ടും ഒരായത്തിൻ്റെ പോലും അർത്ഥം തികച്ചറിയാത്ത ഫാത്തിഹ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലല്ലാലീൻ എന്ന് വരെ ഓതുമ്പോൾ ആരെപ്പറ്റിയാണ് ളാലീൻ എന്ന് പറഞ്ഞത്? ഗൈരിൽ മഗ്ദൂബ് ആരാണ്? ഇയ്യാക നഅ്ബുദു അതിൻ്റെ ആശയം എന്താണ് എന്നറിയാത്ത അവസ്ഥ തന്നെയാണ്, ആ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് നിലനിൽക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവുക. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിനോടുള്ള പരിഗണനയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ലിതുൻദിറ ഉമ്മൽ ഖുറാ വമൻ ഹൗലഹ. വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾക്ക് ഇത് നൽകപ്പെട്ടത് താങ്കളുടെ ജനതയോട് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയാണ്. ഖുർആൻ നാം കേൾക്കണം, വിശുദ്ധ ഖുർആൻ ഓതണം, വിശുദ്ധ ഖുർആൻ പഠിക്കണം, ഖുർആനിനെ പറ്റി ചിന്തിക്കണം, വിശുദ്ധ ഖുർആൻ
ജീവിതത്തിൽ പകർത്തണം. അഞ്ചാമത്തെ ഒരു കാര്യം, ഖുർആൻ നാം ദഅവത്ത് ചെയ്യണം, അത് സമൂഹത്തോട് പ്രബോധനം ചെയ്യണം, ആളുകൾക്ക് അതെത്തിക്കണം. ഖുർആൻ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് താക്കീത് നൽകണം. വിശുദ്ധ ഖുർആൻ ആളുകളെ ഓർമ്മപ്പെടുത്തണം. ഖുർആനിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൈമാറണം. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ സമൂഹത്തിനെത്തിക്കണം. നമ്മളല്ലാത്ത ആളുകൾക്ക് ഖുർആനിന്റെ താളുകളിൽ, വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളിൽ, വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങളിൽ എന്താണ് അടങ്ങിയിട്ടുള്ളതെന്ന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അത് നമ്മളിലാണ് അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ, ഇത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ, ഇതിന്റെ സന്ദേശം പകർന്നു കൊടുക്കുന്നതിൽ തീർച്ചയായും നാം പങ്കാളികളാവണം. ആ ദഅവാ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ സാന്നിധ്യങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം. അതിൻ്റെ മുൻപന്തിയിൽ തന്നെ നമ്മൾ ഉണ്ടാകുന്നതിനു വേണ്ടി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂടെ സ്വർഗാവകാശികളായിക്കൊണ്ട് ജീവിച്ചു മരിക്കാനും സർവശക്തൻ, പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നാം അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.